ഹായ്, എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ബ്ലോഗ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു മലയാളം ലെറ്റർ പഠിക്കാം. ഗവൺമെൻറ് ഓർഡർ അത് പഠിച്ചല്ലോ. ഇനി അടുത്തത് മലയാള ലോവറിൻ്റെ ഒരു ലെറ്റർ പറഞ്ഞു തരാം. അപ്പോൾ ഇത് താഴെ കൊടുത്തിരിക്കുന്ന ശരിയായ മാതൃകയിൽ അക്ഷരത്തെറ്റുകൾ തിരുത്തി ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇത് കൊടുത്തിരിക്കുന്നത് മെഡിക്കൽ ഓഫീസറുടെ കാര്യാലയം. ഇപ്പം കറക്റ്റിന് കൊടുത്തിട്ടുണ്ട്. മെഡിക്കൽ ഓഫീസറുടെ കാര്യാലയം, പെരിന്തൽമണ്ണ, ഡയറക്റ്റ്. അപ്പം ആദ്യം എന്ത് ചെയ്യണം? അപ്പം ഇത് എങ്ങനെ, ഇത് ഒഫീഷ്യൽ ലെറ്റർ ആണ് അല്ലേ? ഡിപ്പാർട്ട്മെന്റ്, ഇതൊരു ഓഫീസാണ്, ഓഫീസാണ് കാര്യാലയം എന്ന് അടിക്കാനുള്ളത്. അപ്പോൾ മെഡിക്കൽ ഓഫീസറുടെ കാര്യാലയം എന്ന് ഈ വലത് സൈഡിൽ തന്നെ അത് അടിക്കണം. അത് കഴിഞ്ഞിട്ട് പ്ലേസ് അടിക്കണം. സ്ഥലം പെരിന്തൽമണ്ണ സിംഗിൾ സ്പേസിലിട്ട് വേണം അടിക്കാൻ. അപ്പൊ ഇവിടെ അല്ലെങ്കിൽ ഇത് ഗവൺമെന്റ് ലെറ്റർ അല്ലെന്നത് മനസ്സിലായല്ലോ. ഗവൺമെന്റ് ലെറ്റർ ആണെങ്കിൽ കേരള സർക്കാർ എന്ന് മുകളിൽ വെക്കേണ്ടി വരും അല്ലേ? അപ്പോൾ ഇത് ഗവൺമെന്റ് ലെറ്റർ അല്ല എന്ന് മനസ്സിലാക്കാൻ ഇവിടെ ഒപ്പിട്ടിരിക്കുന്നത് നോക്കണം, ആരാണ് ഒപ്പിട്ടിരിക്കുന്നതെന്ന്. അപ്പോൾ ഇതിൽ മെഡിക്കൽ ഓഫീസറാണ് ഒപ്പിട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മനസ്സിലാവും ഇവിടെ ഗവൺമെന്റ് ലെറ്റർ അല്ല എന്നുള്ളത്. മെഡിക്കൽ ഓഫീസറുടെ കാര്യാലയം എന്ന് വെച്ച് കോമയിട്ട് പ്ലേസ് പെരിന്തൽമണ്ണ എന്നടിച്ച് ഈ ഡേറ്റ്, തീയതി ഉണ്ടോ, തീയതിയും 10 ഓഗസ്റ്റ് 2024 എന്ന് ഇവിടെ അടിക്കണം. അതിന്റെ തൊട്ട് താഴെ സിംഗിൾ സ്പേസിൽ അടിക്കണം. അത് കഴിഞ്ഞിട്ട് ഈ ഡേറ്റ്, തീയതിയുടെ നേരെ കൊണ്ടുവന്ന് ഈ നമ്പർ അടിക്കണം. നമ്പർ ഇതിന്റെ നേരെ കൊണ്ടുവന്ന് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പ്രേക്ഷിതൻ, ഇംഗ്ലീഷിലെ പ്രേക്ഷിതൻ വച്ചിട്ട് വീണ്ടും എന്ത് ചെയ്യണം? ഈ മെഡിക്കൽ ഓഫീസർ എന്ന് വയ്ക്കണം. ഈ കാര്യാലയം അവിടെ വയ്ക്കണ്ട, മെഡിക്കൽ ഓഫീസർ എന്ന് മാത്രം വെച്ചാൽ മതി. ഇവിടെ കിടപ്പുണ്ട് മെഡിക്കൽ ഓഫീസർ, താലൂക്ക് ആശുപത്രി പെരിന്തൽമണ്ണ. അപ്പൊ ഈ പെരിന്തൽമണ്ണ ഇവിടെ വച്ചിട്ടുണ്ട്. മെഡിക്കൽ ഓഫീസർ എന്ന് വെച്ചിട്ട് താലൂക്ക് ആശുപത്രി എന്ന് മാത്രം വെച്ചാൽ മതി. ഫ്രമിലെ മെഡിക്കൽ ഓഫീസർ, താലൂക്ക് ആശുപത്രി എന്ന് മാത്രം. പെരിന്തൽമണ്ണ പ്ലേസിൽ നമ്മളിവിടെ വച്ചു, അതുകൊണ്ട് ഇനി വെക്കണ്ട. അടുത്തത് ടു അഡ്രസ് അടിക്കണം. സ്വീകർത്താവ്, അത് ഡെപ്യൂട്ടി ഡയറക്ടർ, ഹെൽത്ത് ഡയറക്ടറേറ്റ്, തിരുവനന്തപുരം എന്ന് ടു അഡ്രസ്സിൽ വെക്കണം. അത് സ്വീകർത്താവെന്ന് വെക്കണം. അപ്പോൾ അത് ഫ്രമും ടൂവും കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവിടെ സ്പേസ് ഒക്കെ അറിയാമല്ലോ. ഇവിടെ സിംഗിൾ സ്പേസ് ആണ് പ്ലേസിൻ്റെ അവിടെ വയ്ക്കുന്നത്. നമ്പർ അടിക്കുക. അത് കഴിഞ്ഞ് 2 സ്പേസ് കൊടുത്തിട്ടാണ് ഫ്രം വയ്ക്കുന്നത്, പ്രേക്ഷിതൻ വയ്ക്കുന്ന. ഇത് പെരിന്തൽമണ്ണയും കഴിഞ്ഞ് ഇതിവിടെ അടിച്ചല്ലോ, ഇത് വേണ്ട. അത് കഴിഞ്ഞിട്ട് 2 സ്പേസ് കൊടുത്തിട്ടാണ് ടു അഡ്രസ് വയ്ക്കുന്നത്, സ്വീകർത്താവ്. അതും കഴിഞ്ഞ് 2 സ്പേസ് കഴിഞ്ഞിട്ട് ഇവിടെ സർ വയ്ക്കണം. ഇവിടെ സർ വച്ചിട്ടാണ് ഇവിടെ സബ്, ഇവിടെ സബ്ബാണ് വിഷയം വയ്ക്കണം. സിംഗിൾ സ്പേസിൽ വിഷയം വച്ചിട്ട് അടുത്ത ഒരു 1.5 സ്പേസ് ഇടയ്ക്ക് കൊടുത്തിട്ട് സൂചന വയ്ക്കണം. സൂചന ഇതുവരെ ഉണ്ട്. ഈ ഓഫീസിലെ കത്ത് നമ്പർ ഇതുവരെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ 5 സ്പേസും തട്ടിയിട്ട് ഈ മാറ്റർ അടിക്കണം. കണ്ടന്റ് ഇത്രയും അടിക്കണം. ഇതുവരെ അഭ്യർത്ഥിക്കുന്നു. അപ്പൊ ഇതിന്റെ ഇടയ്ക്കൊക്കെ ഈ ചിഹ്നങ്ങളും സൈഡിലൊക്കെ തരണയൊക്കെ ഇതിന്റെ ഇടയ്ക്ക് അടിക്കാനുള്ളതാണ് കേട്ടാ. തസ്തികകൾ ഇത് പുറത്ത് വരണം. അപ്പൊ ഇത് കണക്ക് ഇതൊക്കെ അറിയാലോ. കഴിഞ്ഞിട്ട് വീണ്ടും ഇത്രയും കൂടി അടിക്കാനുണ്ട്. അസിസ്റ്റന്റ് സർജൻ 4 ഇവിടെ കൊണ്ടുവരണം. എന്നിട്ട് നഴ്സിംഗ് സൂപ്രണ്ട്, ജനറൽ നഴ്സ്, ഇങ്ങനെ തന്നെ കുറച്ച് സ്പേസ് വിട്ടിട്ട് ഹൈഫൺ ഇട്ട് 2 എണ്ണം. ജനറൽ നഴ്സ് ഹൈഫൺ ഇട്ട് 6 എണ്ണം. ഇവിടെ ഇങ്ങനെ ഇട്ടിരിക്കുന്ന എണ്ണം അടിക്കാനാണ്. അറ്റൻഡർ ഹൈഫൺ ഇട്ട് 4 എണ്ണം. അതെല്ലാം കഴിഞ്ഞ് അപ്പോൾ ഈ കണ്ടന്റ് മൊത്തം തീർന്ന് 2 സ്പേസും കൊടുത്തിട്ട് വിശ്വസ്തയോടെ എന്ന് കഴിഞ്ഞ് കോമ കൊടുക്കണം. വിശ്വസ്തയോടെ എന്ന് കഴിഞ്ഞിട്ട്
കോമ കോമ കഴിഞ്ഞ് 4 സ്പേസും കഴിഞ്ഞിട്ട് മെഡിക്കൽ ഓഫീസർ എന്ന് അടിക്കണം. എന്നിട്ട്